ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ആരോഗ്യം ആനന്ദം സ്ത്രീകളിലെ അർബുദ രോഗ പരിശോധന മെഗാ ക്യാമ്പിന് ചെറുപുഴയിൽ തുടക്കമായി. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ സ്ത്രീകളിലെ അർബുദം നേരത്തെ കണ്ടെത്തുന്നതിനായി മെഗാ ക്യാമ്പുകൾ തുടങ്ങി. പ്രാപ്പോയിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിലാണ് പഞ്ചായത്തിലെ ആദ്യത്തെ മെഗാ ക്യാമ്പ്. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ KM ഷാജി, KP സുനിത, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് V, MLSP കവിത TM, PP ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 100 കണക്കിന് വനിതകൾ പങ്കെടുത്തു. അതിനെ സംബന്ധിച്ച് ഇങ്ങനൊരു പ്രൊജക്റ്റും ഇങ്ങനൊരു കാര്യം അനിവാര്യമാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു കാര്യത്തിന് നേതൃത്വം കൊടുക്കാൻ സന്നദ്ധമായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരം രോഗങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രയാസമില്ലാതെ പരിഹരിക്കാൻ കഴിയുന്ന രോഗമായി അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ക്യാൻസർ സ്ക്രീനിങ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. മുമ്പൊക്കെ എന്തെങ്കിലും ലക്ഷണം കണ്ട് ഏതെങ്കിലും രോഗത്തിന് ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ ആശുപത്രിയിലെത്തിയ നിരവധി പരിശോധനകൾക്ക് ശേഷമാണ് പലപ്പോഴും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നിർണ്ണയിക്കപ്പെടുക. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് നമ്മുടെ സ്ത്രീകളിലെ രോഗസാധ്യതകൾ കണ്ടെത്തുന്നതിന് വേണ്ടി സ്ക്രീനിങ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുമ്പോൾ ഇത് ഒരുപാട് ഫലപ്രദമായിട്ട് നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നതിനും അതിന് വിധേയരായിക്കൊണ്ട് ഏതെങ്കിലും രോഗസാധ്യതകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വേഗം തന്നെ ചികിത്സയ്ക്ക് വിധേയരാകുന്നതിനൊക്കെയുള്ള സാധ്യതകൾ എല്ലാവരും ഉപയോഗം. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് ആരോഗ്യ സംരക്ഷണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭരണസമിതി പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ വിവിധങ്ങളായ പ്രൊജക്റ്റുകൾക്ക് രൂപം കൊടുക്കുകയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് നമ്മൾ ഫൈറ്റ് ക്യാൻസർ എന്നൊരു പ്രോജക്റ്റ് കഴിഞ്ഞ മുന്നത്തെ വർഷം ആരംഭിക്കുകയും അത് ഓൺഗോയിങ് പ്രോജക്റ്റായിട്ട് നടക്കുകയും ചെയ്യുമ്പോഴാണ് ശൈലി ആപ്പ് എന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ സാധ്യതയുള്ള ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തിയത്. ആ പഠനം 100% പൂർണ്ണമായി എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എങ്കിലും വലിയൊരളവ് വരെ വിജയകരമായി നടപ്പിലാക്കിയ ആ പ്രവർത്തനത്തിൽ 700-ൽ പരം സ്ത്രീകൾക്കാണ് ക്യാൻസർ രോഗസാധ്യത ഉണ്ടായേക്കാം എന്ന് കണ്ടെത്തിയത്. ക്യാൻസർ രോഗം ഉണ്ടെന്ന് കണ്ടെത്തിയെന്ന് പറയണില്ല, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയത് 700-ൽ പരം സ്ത്രീകളിലാണ്. അവരിൽ ആർക്കെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അന്നു മുതൽ തന്നെ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗർഭാശയകള ക്യാൻസറിന്റെ പരിശോധന നടത്തി വന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ 700-ൽ 100ഓളം ആളുകൾ മാത്രമേ പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ളൂ. ആ 100ഓളം ആളുകൾ തന്നെ എല്ലാവരും ശൈലി ആപ്പിൽ നിന്ന് കണ്ടെത്തിയവരായിക്കൊള്ളണമെന്നും നിർബന്ധമില്ല. നമ്മൾ ഇത്രയൊക്കെ സൗകര്യം ഉണ്ടാക്കിയിട്ടും ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാതെ വരുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് 1 മാസമായി നടപ്പിലാക്കുന്ന മാർച്ച് 8-ന് അവസാനിക്കുന്ന ആനന്ദമാരോഗ്യം എന്ന പരിപാടി ആരോഗ്യവകുപ്പ് നടത്തുന്നതാണ്. അതിനോട് ചേർന്നുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വികേന്ദ്രീകൃതമായി ഒരു സ്ഥലത്ത് നിന്നുള്ളത് മാറ്റി പല സ്ഥലങ്ങളിലായി ഈ സ്ക്രീനിങ് ക്യാമ്പുകൾ 2 തരം സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന 2 തരം ക്യാൻസറുകളുടെ സ്ക്രീനിങ് ആണ് നടക്കുന്നത്. മാത്രമല്ല ആ 2 ക്യാൻസറുകളുടെ സ്ക്രീനിങ്ങെ നമുക്കിങ്ങനെ പ്രാദേശികമായി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത് പ്രാദേശികമായി നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതെന്തോ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് എന്ന് ആരെങ്കിലും സംശയിക്കാൻ പാടില്ല. നിങ്ങളുടെ ഈ രോഗ പരിശോധനയ്ക്കായി MCCയിൽ പോയാലും RCCയിൽ പോയാലും നടക്കുന്ന അതേ പരിശോധനയാണ്
ഇന്നിപ്പോൾ പ്രാപ്പയിൽ നടക്കുന്നത്. ക്യാൻസർ രോഗം സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന വായു, വെള്ളം എന്നിവ വഴിയാണ് ഈ ക്യാൻസർ വൻതോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതശൈലിയിലും ആഹാര സമ്പ്രദായത്തിലും മറ്റൊക്കെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം റെഡിമെയ്ഡ് ലഭിക്കാൻ സാഹചര്യം ഉണ്ടാകുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മുടെ ഇടയിലുണ്ട്. ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒറ്റ വാക്കിൽ ഇവർ ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പല ആളുകളും കഴിഞ്ഞ ഒരു പാലിയേറ്റീവിൻ്റെ മീറ്റിങ്ങിൽ, ഒരു വളണ്ടിയർ മീറ്റിംഗ് നമ്മൾ നടത്തിയപ്പോൾ ആ വളണ്ടിയർ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരാളിപ്പം ക്യാൻസർ വന്നിട്ട് വീട്ടിലിരിക്കുക, 2 പേര്. എല്ലാവർക്കും പേടിയാണ്. ഇപ്പോൾ പറഞ്ഞു പേടിയെന്ന് പറഞ്ഞു. പേടി മാറ്റാനുള്ള സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാ രോഗങ്ങളും നമ്മൾ പരിശോധിച്ച് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പാസ്മിയനൊരു പ്രത്യേകത 10 വർഷം മുമ്പുള്ള, ഇനി 10 വർഷം കഴിഞ്ഞിട്ട് രോഗം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ വരെ ഇപ്പം നമുക്ക് മനസ്സിലാവും. ആരോഗ്യമാനന്ദം എന്ന പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് 30 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു 60-65 വയസ്സിന് താഴെയുള്ള എല്ലാ സ്ത്രീകളെയും ഗർഭാശയകള ക്യാൻസറും അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറും അവരെ സ്ക്രീൻ ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഇത് ഈ ഒരു ആരോഗ്യമാനന്ദം എന്ന പ്രോഗ്രാമിലൂടെ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലാണ് അത് നേരത്തെ കണ്ടെത്തി ചികിത്സ ഭേദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.